ഇൽമും സിയാദത്തും ഒരുപോലെളിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആരാണ് താജുൽ ഉലമാ? നേരത്തെ ഇവിടെ പറഞ്ഞു, അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദ് തന്നെ നമ്മോട് കുറെ കറാമത്തുകൾ പറഞ്ഞു. ഇനി നമുക്കൊക്കെ പറയാനുണ്ട്. തങ്ങന്മാരുടെ മഹത്വത്തിന്റെ കാരണം എന്താ? തങ്ങന്മാർക്ക് ഈ ബഹുമാനം കിട്ടാൻ കാരണം എന്താ? അവരുടെ ഉപ്പാപ്പയാണ്. അതുകൊണ്ട് ആ ഉപ്പാപ്പാനെ പറയാതെ ഈ സദസ്സ് അവസാനിപ്പിച്ചുകൂടാ. ആ ഉപ്പാപ്പ ആരാണെന്ന് ചെറുതായി ഒന്ന് വിശദീകരിച്ചത്. ആ ഉപ്പാപ്പയുടെ പേരക്കുഞ്ഞുമായിട്ട് നമുക്കുണ്ടാകേണ്ട ബന്ധം എത്ര സുദൃഢമായിരിക്കണം എന്നെന്റെ കൂട്ടുകാരെ കേൾപ്പിച്ചിട്ടേ എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് നമ്മെ അനുഗ്രഹിച്ചവരാ അല്ലേ? എത്ര കാലാണ് സയ്യിദ് അവറുകൾ ദർസ് നടത്തിയത്? ഒന്നാലോചിച്ചു നോക്ക്. ഒരു നീണ്ട കാലം ആ പുരുഷായുസ് മുഴുവനും ദർസ് നടന്നു. കഅബയുടെ കില്ല പിടിച്ചു ദുആ ചെയ്തു. ഈ മക്കക്കാരനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ തുഹഫ എനിക്ക് മനപ്പാഠമാക്കി തരണമെന്ന് അവസാന നാൾ വരെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉള്ളാളത്തെ മദനിയ കോളേജിലെ വിദ്യാർത്ഥികള് കിതാബ് വായിക്കുമ്പോ കിതാബില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് ദർസ് നടത്തിയിരുന്ന തങ്ങള് ഒരു വായന എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ എന്താടാ നിങ്ങൾ വായിക്കുന്നത്? വയസ്സുകാലത്ത് തന്നെ കിതാബിലേക്ക് നോക്കിക്കോ, ഇങ്ങനെ വായിക്ക് എന്ന് പറഞ്ഞത് തിരുത്തി കൊടുത്തിരുന്ന തങ്ങളുടെ ഇൽമിന്റെ പവർ എത്രയാണ് സഹോദരങ്ങളെ! ഈ തുഹഫയുടെ ഇബാറത്തുകളൊക്കെ കാണാതെ അങ്ങനെ വായിക്കുന്ന ആലിമീങ്ങൾ വേറെയും ഉണ്ടായിരുന്നു കേരളത്തിൽ. എണ്ണപ്പെട്ട ആലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങള്. ഇതൊന്നും വെറുതെ കിട്ടിയതല്ല. ഈ മക്കക്കാരനായ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ തുഹഫ എനിക്ക് മനപ്പാടാക്കി തരണമെന്ന് കഅബയുടെ കില്ല പിടിച്ചു പറഞ്ഞു. അത് അല്ലാഹു സ്വീകരിക്കുകയാണ്. വാരിക്കോരി അങ്ങ് കൊടുത്തു. ഞാൻ മുമ്പ് ബേക്കൽ ഉസ്താദ് പ്രസംഗിക്കുമ്പോഴാണ് സത്യത്തില് താജുൽ ഉലമക്ക് മറ്റു വിഷയങ്ങളിലുള്ള അവഗാഹം. കാരണം നമ്മളൊക്കെ ചെറുപ്പക്കാരായതുകൊണ്ട് താജുൽ ഉലമയുടെ അടുത്തുനിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൂരെ നിന്ന് താജുൽ ഉലമയുടെ പ്രസംഗം കേൾക്കും. താജുൽ ഉലമയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്, ഉസ്താദുമാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വിവരം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ കാണുമ്പോഴുള്ള പരിചയം, ഓതി പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ ബേക്കൽ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പം താജുൽ ഉലമ ആരായിരുന്നു എന്ന് മലപ്പുറത്ത് നിന്ന് ബേക്കൽ ഉസ്താദ് വിശദീകരിച്ചപ്പം അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, നമ്മൾ മനസ്സിലാക്കിയതിന്റെ എത്രയോ അപ്പുറത്താണല്ലോ റബ്ബേ ഈ താജ് ഉണ്ടായിരുന്നത്. ഇത് താജുൽ ഉലമ തന്നെയാണ്. ആ പേരിന് എല്ലാ അർത്ഥത്തിലും അർഹനാണ് ബഹുമാനപ്പെട്ട തങ്ങളെന്ന് അന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബോധ്യപ്പെടുകയായിരുന്നു. അന്നവിടെ നടന്ന പ്രഭാഷണത്തില് എന്നെ കോരിത്തരിപ്പിച്ച പ്രഭാഷണമായിരുന്നു ബേക്കൽ ഉസ്താദിന്റെ പ്രഭാഷണം. കാരണം ഉസ്താദിന്റെ അടുത്തുനിന്ന് ചെറുപ്പം മുതൽ ഓതി പഠിച്ച പരിചയത്തിലും ആ അനുഭവത്തിലുമാണ് ആ പറഞ്ഞത്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നീണ്ടകാലം ദർസ് നടത്തി. പിന്നെയോ ഇബാദത്തിന്റെ കാര്യത്തിൽ അവിടുന്ന് പിറകിലായിരുന്നു. അല്ല, എല്ലാവരുടെയും മുമ്പിലാണ്. ഒരു വേദിയിലേക്ക് തങ്ങൾ ഇങ്ങനെ കയറി വരുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ശൈഖുനാക്കുണ്ടായിരുന്ന താങ്ങും തണലുമായിരുന്നു വന്യരായ താജുൽ ഉലമ. ഇന്ന് താജുൽ ഉലമയില്ലാതെ ശൈഖുന തീർത്തും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ ശൈഖുനക്ക് ബേജാറാവാനില്ല. താജുൽ ഉലമയുടെ മക്കളുണ്ട്, മറ്റു സാദാത്തുക്കളുണ്ട്, അവരൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. താജുൽ ഉലമയുടെ ആ ആത്മീയ നിയന്ത്രണം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ. അതുകൊണ്ട് ബേജാറാകാനൊന്നുമില്ല. ഒരു സദസ്സിലേക്ക് ഇങ്ങനെ കയറി വരുമ്പം ഉസ്താദ് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറഞ്ഞു, 90ഓളം വയസ്സ് പ്രായമുള്ള സമയം ഉസ്താദ് പറഞ്ഞു, പടച്ചോനെ, ഞങ്ങളെ നേതാവ് താജുൽ ഉലമ വരുന്നുണ്ട്, അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ എന്ന് ദുആ ചെയ്തപ്പം സദസ്സിലേക്ക് കയറി വന്ന് സ്റ്റേജിലേക്ക് കയറിയ ഉടനെ പറഞ്ഞു, മതിയേപ്പി, നിങ്ങൾ ദ്വാരന്ന് എന്നെ ഇവിടെ എത്തിച്ചു, ഇനി മതി, നിർത്തിക്കാളി ദുആ. കുറെ കാലായില്ലേ നിങ്ങൾ ദ്വാരന്ന് എന്നെ ഇവിടെ എത്തിച്ചു, ഇനി മതി, ഇനി കൂടുതൽ കാലം ജീവിക്കണമെന്ന് മോഹമൊന്നുമില്ല.
എന്നിട്ട് പിന്നെ അവിടുന്ന് ദുആ കഴിഞ്ഞിട്ടൊരു പ്രഭാഷണം, ഞാൻ അവസാനം കേട്ട പ്രഭാഷണം അതാണ്. ഒരു പ്രഭാഷണം നടത്തുന്നു. ഞാനത് കേട്ടത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, റേഡിയോയിലൂടെയാണ്, ക്ലാസ് റൂമിലൂടെയാണ് ആ പ്രഭാഷണം കേട്ടത്. അവിടുന്ന് പറഞ്ഞു, മക്കളെ, എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഇപ്പൊ എനിക്ക് ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്തു. എന്റെ ഉപ്പാപ്പക്കല്ല കൊടുത്തത് ആകെ 63 വയസ്സാണ്. 63 വയസ്സാണ് എന്റെ ഉപ്പാപ്പ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്തത്. ഇങ്ങനെയാണ് കൊടുത്തതെങ്കിൽ ആ 63 വയസ്സുകൊണ്ട് ലോകത്ത് എത്ര കാലം ജീവിച്ചാലും നേടിയെടുക്കാൻ പറ്റാത്ത മുഴുവൻ ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ഉപ്പാപ്പ ലോകത്തോട് വിട പറഞ്ഞത്. അതായത് സയ്യിദുനാ റസൂലുള്ളാഹി. ഉറപ്പല്ലേ? 1000 കൊല്ലം ജീവിച്ച ആദം നബി അലൈഹിസ്സലാമിനേക്കാൾ മുമ്പിലല്ലേ? ആദം നബിയെക്കാളും ഉന്നതരല്ലേ ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി? 63 കൊല്ലം കൊണ്ട് എല്ലാം നേടിയെടുത്തു. 63ന്റെ ഇപ്പുറത്ത് എത്ര കിട്ടിയാലും ലാഭാണടാ. തങ്ങൾ പാപ്പന്റെ ആ ഒരു വർത്താനത്തിന്റെ ശൈലി. 63ന്റെ ഇപ്പുറത്തേക്ക് എത്ര കിട്ടിയാലും ലാഭാണടാ. ഞാനിപ്പോ 90ഓളായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പറയാണ്, എന്താണ് ഈ ഭൂമിക്ക് കനവും വെച്ച് കുറെ കാലം ഇവിടെ കൂടിയിട്ട് എന്താ ഞാനൊക്കെ ചെയ്തത്? തങ്ങൾ വളരെ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. നമുക്കറിയാം, തങ്ങൾ ചെറുപ്പത്തിലെ മുദർരിസായിട്ടുണ്ട്. തങ്ങളുടെ ബീവി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടുന്ന് വളരെ അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു. അരീക്കോട് ഒരു തവണ വന്നപ്പം തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ബീവി വഫാത്തായ ഉടനെ അവിടുന്ന് പറഞ്ഞു, ബീവി എന്റെ ഭാര്യ മാത്രമായിരുന്നില്ല, അവരെന്റെ ശൈഖത്തും കൂടെ ആയിരുന്നു. പറയാൻ ഇത്ര വലിയ ഇൽമുള്ള ഒരു തങ്ങള് ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാമയെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ സഹോദരങ്ങളെ. നമ്മൾ മനസ്സിലാക്കണം, ആ ഉമ്മയുടെ പവർ എത്രയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മയും ഉപ്പയുമാണ് അവിടുത്തെ മക്കൾക്കുള്ള കരുത്ത്. അവരിവിടെ തന്നെ ഇതിന്റെ പരിസരത്ത് തന്നെ കിടക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ 2 പേരുടെയും ബറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ദുനിയാവിലെ മുറാദ് മാത്രല്ല, അത് 2 കാശിന്റെ 4 കാശിന്റെ മുറാദുകളാ ദുനിയാവിൽ ഞങ്ങൾക്കുള്ളത്. പടച്ചവനെ, അവരുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ ആഖിറം നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ആഖിറം നീ നന്നാക്കി തരണേ അല്ലാഹ്. എത്രയോ സഹോദരങ്ങള് അങ്ങകലെ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ സദസ്സിൽ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ കാണുന്നുണ്ട്. എന്തിനാണ് ഇത്രയും ദൂരം താണ്ടി ഇവരിവിടെ എത്തിയത്? എന്തിനാണ് എന്റെ സുഹൃത്തുക്കൾ വന്നത്? ഈ താജുൽ ഉലമയുടെ പൊരുത്തം തേടി വന്നതാണ്. അവരുടെ പൊരുത്തം തേടി വന്നതാണ്. അതെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ആദരിച്ചിട്ടുണ്ടെന്ന തിരിച്ചറിവിലാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആളുകള് അന്ന് വഫാത്തിന്റെ ദിവസം എട്ടിക്കുളത്തേക്ക് ഒഴുകിയത് എത്ര ലക്ഷങ്ങളാണ്. അവസാനം ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്ന, ബഹുമാനപ്പെട്ടവരുടെ പുത്രൻ വന്നിട്ട്, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വന്നിട്ട് ഇനി കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല, നിങ്ങൾ ഞങ്ങളോട് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞ ആ സമയം എല്ലാവരെയും മുറ്റത്ത് വരെ 17 കിലോമീറ്റർ നടന്ന് താണ്ടി വന്ന പാവങ്ങളോട് അവിടെ വെച്ചത് പറയേണ്ടി വന്നത് ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ്. കാരണം ഇത് തീർത്തു കാണിച്ചു കൊടുക്കാൻ കഴിയില്ല, സമയം വൈകുന്നു. അൽഹംദുലില്ലാ, എന്റെ ജീവിതത്തില് ഞാൻ തങ്ങളുപ്പാപ്പയുമായിട്ട് അടുത്ത ഒരു നിമിഷം ഇതിൽ പ്രഭാഷണം നടത്തുമ്പോ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആദ്യമായി തങ്ങളുപ്പാപ്പയുമായി അടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് കൊടുവള്ളിയില് റമദാൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അവിടെ തങ്ങളുപ്പാപ്പ കയറി വന്നു ദുആ ചെയ്യാൻ വേണ്ടി. ബഹുമാനപ്പെട്ടവർ വന്നിട്ട് ഏകദേശം 3/4 മണിക്കൂർ സമയം പ്രഭാഷണം കേട്ട് സദസ്സിലിരുന്നു. ഞാൻ പെട്ടെന്ന് വേദി ഒഴിച്ചു കൊടുത്തപ്പം, അല്ല പ്രസംഗിക്കൂ, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അന്ന് സത്യത്തിൽ വല്ലാതെ ബേജാറായിട്ടുണ്ട്. 3/4 മണിക്കൂർ സമയം പ്രസംഗം കേട്ടു. പിന്നീട് ദുആ ചെയ്ത് അന്ന് പിരിയുകയാണ്.
തങ്ങളെ അടുത്തൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കൈപിടിച്ചു മുത്തി എന്നല്ലാതെ എനിക്കൊരു വാക്ക് പോലും പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. താജുൽ ഉലമയോട് എനിക്ക് തുറന്നൊന്ന് സംസാരിക്കാനുള്ള ധൈര്യം വന്നില്ലായിരുന്നു. അതാണ് സത്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുവാടിയിലെ നമ്മുടെ ഏറ്റവും വലിയ പരിപാടി ഈ വർഷവും വരാൻ പോകുന്നു. അത് തങ്ങളുപ്പാപ്പ വന്ന് അനുഗ്രഹിച്ച സദസ്സാണ്. ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ വലിപ്പം അത് തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷം 7500ഓളം ആളുകൾ ദിനം പ്രതി 10 ദിവസത്തെ പ്രഭാഷണം 9ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം 10ാം വാർഷികത്തിലേക്ക് പോവുകയാണ്. ഒരൊറ്റ സ്റ്റേഡിയത്തിൽ എല്ലാ കൊല്ലവും 10 ദിവസം ഏതെങ്കിലും ഒരു സൂറ വിശദീകരിക്കും. സൂറത്തു യാസീൻ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഫസ്റ്റ് കൊല്ലത്തെ ആ സദസ്സിലേക്ക് തങ്ങളുപ്പാപ്പ കയറി വന്നപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ നേതാവ് താജുൽ ഉലമ വരുന്നുണ്ട്. തങ്ങളുപ്പാപ്പനെ ഒരു സെക്കൻഡ് പോലും ഇവിടെ ഇരുത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ വന്നിരുന്നപ്പം ഞാൻ പ്രസംഗം കേൾക്കാൻ വന്നതാണ്. പ്രസംഗിക്കൂ, ദ്വാരക്കാനാകുമ്പോ ഞാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രസംഗിച്ചത് ഞാൻ സത്യത്തിൽ പേടിച്ചാണ്. കാരണം പ്രസംഗം കേൾക്കാൻ അതാരാണ് ഇവിടെ ഇരിക്കുന്നത്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫ 10 ജുസ്ഉം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ ഒരു പ്രയാസവുമില്ലാത്ത ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ആലിം, വലിയ തങ്ങള് അവരുടെ മുമ്പിലിരുന്ന് നമ്മുടെ എല്ലാമാണ് അവരുടെ മുമ്പിലിരുന്നിട്ട് പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും ബേജാറുണ്ടാവും. ഞാൻ അന്ന് അവസരോചിതം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫയിൽ നിന്ന് ഒരു ഭാഗം എനിക്ക് ഉദ്ധരിക്കേണ്ടിയിരുന്നു. പ്രവാചകന്മാരുടെ ബോഡികൾ, അവരുടെ തിരുശരീരങ്ങള്, ആ തിരുശരീരം ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിൽ, തുഹ്ഫയിൽ കാണാം ഒരു മസ്അല, പട്ടിണി കിടന്ന് മരിക്കുകയാണ്, ഇപ്പോഴെന്തെങ്കിലും ഒന്ന് തിന്നില്ലെങ്കിൽ ഞാൻ മരിക്കും എന്നുറപ്പാണെങ്കിൽ വലഹു ബൽ അലൈഹി അഖ്ലു മയ്യിത്തിൻ, മയ്യിത്തിനെ തിന്നിട്ടെങ്കിലും ജീവൻ നിലനിർത്തണം. അതവന് ജായിസാണ്, അല്ല അവന് നിർബന്ധമാണ്. വലഹു ബൽ അലൈഹി അഖ്ലു മയ്യിത്തിൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വലഹു മുഹ്തറമാത്, മനുഷ്യന്റെ ആദരിക്കപ്പെടുന്ന മനുഷ്യന്റെ മയ്യത്താണെങ്കിൽ പോലും അയാളുടെ ശരീരം ഒരു കഷ്ണം വെട്ടി തിന്നാൽ എന്റെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ അത് തിന്നണം. കാരണം ജീവിച്ചിരിക്കുന്നവന് മരിച്ചു കിടക്കുന്നവനേക്കാൾ പവറുണ്ട്. ഇവന്റെ ഹയാത്ത് രക്ഷിക്കേണ്ടതാണ്. അയാൾക്കിനി ബോഡി ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അയാളുടേത് ആത്മാവിനാണല്ലോ വില. അതുകൊണ്ട് ആ ശരീരത്തിൽ നിന്നൊരൽപ്പം വെട്ടി തിന്നാം എന്ന് പറയുന്നിടത്ത് അവിടെയും ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, അത് പറയാനാ ഞാൻ അന്നത് പറഞ്ഞു വന്നത്. ഇല്ലാ ലിനബിയ്യിൻ, ഒരു നബിയുടെ തിരുബോഡിയാണെങ്കിൽ ഒഴികെ, ഒരു പ്രവാചകന്റെ തിരുശരീരമാണെങ്കിൽ ഞാൻ പെടഞ്ഞ് മരിക്കുകയാണെങ്കിലും ആ പ്രവാചകന്റെ ഒരു കഷ്ണം വെട്ടിത്തിന്ന് എന്റെ ജീവൻ നിലനിർത്താൻ എനിക്ക് അനുവാദമില്ല. പ്രവാചകന്മാരുടെ ശരീരത്തിൽ തൊടാൻ പറ്റൂല. ബാക്കിയുള്ളവരുടേതൊക്കെ മണ്ണിലേക്ക് വെച്ചാൽ മണ്ണാകാതെ കിടക്കുന്ന ശരീരങ്ങൾ ഉണ്ടാവും. മണ്ണായിപ്പോയേക്കാം, ഉറപ്പില്ല മണ്ണാവൂല. അതേസമയം അമ്പിയാക്കളുടെ ശരീരം അനങ്ങൂല. അത് മുത്തുനബി പറഞ്ഞതാണ്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദിൽ അംബിയ, അത് ദഹിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് മരണാനന്തരം വേറെ ഒരാൾക്ക് പരിണാമങ്ങൾക്ക് ശേഷം പോലും ഭക്ഷിക്കാൻ വിട്ടുകൊടുക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അന്ന് ഞാൻ തുഹ്ഫയുടെ ഈ മസ്അല ഉദ്ധരിച്ചുകൊണ്ട് അന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം ആ പ്രഭാഷണം കേട്ട് അവിടെ ഇരുന്നു. ഞാൻ ഇടക്കിടക്കൊന്ന് പിറകോട്ട് നോക്കൂ, എനിക്ക് ബേജാറാണ്, പേടിയാണ്. ഏതാവട്ടെ അവസാനം ദുആ ചെയ്തു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി. ആ ഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്ന് തങ്ങളുപ്പാപ്പ തന്റെ ഖാദിമിനോട് പറഞ്ഞു, ആ വയല് പറഞ്ഞ മുസ്ലിയാരുടെ സത്യം പറഞ്ഞാൽ മുട്ടും അടിക്കുന്നുണ്ട് തങ്ങളടുത്തേക്ക് പോയപ്പോ. കാരണം 1 മണിക്കൂർ മല പോലെയുള്ള ഒരു ആലിമ് എന്റെ പ്രഭാഷണം കേട്ടപ്പോ അതിലുള്ള തിരുത്തുകൾ പറയാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ബേജാറിൽ പഠിച്ചോനെ എന്തൊക്കെ അബദ്ധ പറഞ്ഞെന്നറിയില്ല. തിരുത്തി തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെ അബദ്ധ ഞാൻ പറഞ്ഞത്, എവിടെ നിന്നാണ് ആ കിതാബ് ഓതി പഠിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു കുരുത്തക്കേടാവോ എന്ന് പേടിച്ചിട്ട്
ഞാൻ പേടിച്ച് ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഖുർആനോദി വഅദ് പറയുന്നു. എനിക്ക് വല്ലാത്ത ഇഷ്ടം, എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നി, താല്പര്യമായി. അതാ വേണ്ടത്. പലപ്പോഴും സ്റ്റേജുകളിൽ കയറിയാൽ നമുക്കൊക്കെ അന്താരാഷ്ട്ര വർത്തമാനങ്ങളാണ്. അതാണ് വിഷയങ്ങള്. ഖുർആനിന്റെ ആയത്തും തിരുനബിയുടെ ഹദീസും അത് വായിച്ചുകൊണ്ട് വഅദ് പറയുന്നില്ല. കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇവിടെ ഇരിക്കൂ, എന്റെ മടിയിലേക്ക് തലവച്ചിരിക്കൂ. എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി. അവിടെ ഇരുത്തിച്ചു. ഞാൻ ആ ബെഡിലേക്ക് ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ ഇരുന്നു. ബഹുമാനപ്പെട്ടവർ മന്ത്രിച്ചു തന്നു. എന്നിട്ട് ബാഗ് തുറന്ന് ബാഗിൽ നിന്ന് ഒരു സംഖ്യ എടുത്ത് എനിക്ക് തന്നു. അത് ചെറിയ സംഖ്യയല്ല, വലിയ സംഖ്യയാ തന്നത്. വലിയ സംഖ്യയാ തന്നത്. ഞാൻ പറയുന്നു, എന്നാണോ അതെന്റെ കൈവശം വന്നത്, അതിന്റെ ശേഷം തിടുക്കം എന്താണ്, പ്രാരാബ്ധം എന്താണ്, പ്രയാസം എന്താണ് എന്നെന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. വല്ലാഹി ഞാനത് അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോഴും ആ പൈസയിൽ ഞാൻ തൊട്ടിട്ടില്ല. കാരണം എന്തുകൊണ്ട്? അതാണ് എന്റെ ഈ സലാമത്തിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കാം. അവര് തന്ന ആ പൈസ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ബറക്കത്തിന് വേണ്ടി തന്നത് ഒരു വലിയ സംഖ്യയായിരുന്നു. അല്ലാഹുവേ, അന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച താജുൽ ഉലമയുടെ ആണ്ടുദിനത്തിലാണ്, അവിടുത്തെ ഉറൂസ് മുബാറക്കിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ബഹുമാനപ്പെട്ടവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അതൊക്കെയാണ് താജുൽ ഉലമയെ തവസ്സുലാക്കി നമുക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെയാണ് സത്യത്തിൽ അടുത്തത്. ആ അടുത്തത് കൊണ്ട് താജുൽ ഉലമയുടെ വഫാത്തിന്റെ വിവരം അറിഞ്ഞപ്പോ ഞാൻ വന്നിട്ട് കുറെ അകലെയാപ്പെട്ടത്. ഈ 17 കിലോമീറ്റർ ഫുള്ള് ക്യൂ തന്നെയാണ്. ഉസ്താദേ, പോകാൻ കഴിയൂല എന്ന് പറഞ്ഞു. ഞാൻ കാണാൻ കഴിയൂല എന്ന് ഉറപ്പിച്ചതാ. അപ്പോണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ചെറുവാടിയിൽ നിന്നുണ്ടായ ആ ഒരു ആത്മബന്ധമായിരിക്കും അതിന് കാരണം. എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ട് ഞാൻ അങ്ങനെ പോകുമ്പോ എന്റെ ഉസ്താദുമാരൊക്കെ വഴിയിൽ നിൽക്കുന്നുണ്ട്. വല്ലാത്ത വിഷമം തോന്നിയ സമയമാണ്. ഞാൻ ഈ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, എന്റെ ഉസ്താദുമാരൊക്കെ വരിയിലുണ്ടല്ലോ, അതബ് കേടല്ലേ? അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, അതൊന്നും പറഞ്ഞപ്പം നടക്കൂല, എനിക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റൂല, നിങ്ങളെ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാം. അങ്ങനെ ഞാൻ പോയി. അങ്ങനെ അവിടെ എത്തി 2-2.5 മണിക്കൂർ ഇന്ന് ആ വീട്ടിൽ ഇങ്ങനെ ചെന്നിരുന്നപ്പോ ഞാൻ ആലോചിച്ചു, ആ റൂമില് ഇരിക്കാൻ കഴിഞ്ഞു. താജുൽ ഉലമയെ കിടത്തിയതിന്റെ തൊട്ടടുത്തുള്ള റൂമില് ഓഫീസ് മുറിയിൽ ഇരിക്കാൻ സാധിച്ചു. ഒരുപാട് യാസീനുകൾ ഓതി, ഒരുപാട് ദിക്റുകൾ ചൊല്ലി. നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായിരുന്നു. ഞാൻ പറയുന്നത്, നമ്മൾ ജീവിതകാലത്ത് അവരുമായി വെച്ച ഹൃദയബന്ധം അത് അല്ലാഹു വെറുതെയാക്കൂല. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, താജുൽ ഉലമയെ പറ്റി അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരോട് ഇത്രയും സമയം നമ്മൾ അവിടെ ഇരുന്നപ്പോൾ നമ്മൾ അത് കണ്ടിട്ടില്ല. വളരെ നല്ല അന്ത്യം, ഏറ്റവും നല്ല ഖാത്തിമത്ത് ബഹുമാനപ്പെട്ടവർക്ക് ലഭിക്കുകയാണ്. അവസാനമായി പടച്ച റബ്ബ് എന്ന ചിന്തയില് ദിവസങ്ങളോളം ഒഴുകി മരിക്കാനുള്ള ഒരു അവസരം ഒരു മനുഷ്യന് ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയ ഭാഗ്യമല്ല സഹോദരങ്ങളെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ താജുൽ ഉലമയുടെ കൂടെ അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നിരുന്നത്, താജുൽ ഉലമ തങ്ങന്മാരുടെ നേതാവാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും നേതൃത്വം നൽകി നമ്മുടെ മുമ്പിൽ നിന്ന തങ്ങളുമാണ്, പണ്ഡിതനുമാണ്.